കുഞ്ഞുമുഹമ്മദും ഹലീമ ബീവിയും ഒരു സ്നേഹക്കഥ. 1. തുടക്കം. ആമുഖം. പണ്ട് മക്ക എന്ന മനോഹരമായ നഗരത്തിൽ മുഹമ്മദ് നബി എന്നൊരു കുഞ്ഞ് ജനിച്ചു. ആ കാലത്ത് മക്കയിലെ ആളുകൾ തങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി മരുഭൂമിയിലെ ഗ്രാമങ്ങളിലേക്ക് അയക്കുമായിരുന്നു. നല്ല വായുവും ആരോഗ്യവും കിട്ടാൻ വേണ്ടിയായിരുന്നു ഇത്. അങ്ങനെ ഹലീമ ബീവി എന്നൊരു സ്ത്രീ മക്കയിലേക്ക് വന്നു. 2. ഹലീമ ബീവിയുടെ വരവ്. ഹലീമ ബീവി ആകെ വിഷമത്തിലായിരുന്നു. അവരുടെ ഒട്ടകത്തിന് പാലുണ്ടായിരുന്നില്ല, കൈവശമുണ്ടായിരുന്ന കുതിര വളരെ മെലിഞ്ഞിരുന്നു. അങ്ങനെ അവർ മക്കയിലെത്തിയപ്പോൾ അനാഥനായ മുഹമ്മദ് നബിയെ വളർത്താൻ ഏറ്റെടുത്തു. ആ നിമിഷം മുതൽ എല്ലാം മാറി. 3. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മുഹമ്മദ് നബിയെ ഹലീമ ബീവി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. തൊട്ടടുത്ത നിമിഷം തന്നെ അത്ഭുതങ്ങൾ നടന്നു തുടങ്ങി. പാലില്ലാതിരുന്ന അവരുടെ ഒട്ടകത്തിന് പാൽ നിറഞ്ഞു. മെലിഞ്ഞുണങ്ങിയ കുതിരയ്ക്ക് നല്ല വേഗതയും ആരോഗ്യവും വെച്ചു. വരണ്ടുണങ്ങിയ അവരുടെ ഭൂമിയിൽ നല്ല പച്ചപ്പുല്ലുകൾ വളർന്നു. എല്ലാവർക്കും അത്ഭുതം. മുഹമ്മദ് നബി ഒരു അനുഗ്രഹമായി തങ്ങളുടെ വീട്ടിൽ വന്നതാണെന്ന് ഹലീമ ബീവി തിരിച്ചറിഞ്ഞു. 4. സ്നേഹനിധിയായ ഹലീമ. മുഹമ്മദ് നബി ഹലീമ ബീവിയുടെ കൂടെ വളർന്നപ്പോൾ അദ്ദേഹം വളരെ ശാന്തനും നല്ല പെരുമാറ്റവുമുള്ള കുട്ടിയായിരുന്നു. ഹലീമ ബീവി അദ്ദേഹത്തെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു. മുലകുടി മാറിയ ശേഷവും മുഹമ്മദ് നബിയെ വിട്ടുപോകാൻ അവർക്ക് പ്രയാസമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ മക്കയിലേക്ക് തിരികെ കൊണ്ടുപോയപ്പോൾ ഹലീമ ബീവിക്ക് വലിയ സങ്കടമായിരുന്നു. 5. പാഠം. ഉപസംഹാരം. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും നല്ലവരും സത്യസന്ധരുമാണെങ്കിൽ അവർ എവിടെ ചെന്നാലും അവിടെ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും.